ജമ്മു കാശ്മീരിലെ കത്വയിൽ ഭീകരർക്കായുള്ള പരിശോധന തുടരുന്നു. ഇന്നലെ വൈകിട്ടോടെയാണ് കത്വയിൽ ഹിരാനഗറിലെ അതിർത്തിക്കടുത്തുള്ള വനമേഖലയിൽ ഭീകര സാന്നിധ്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് പ്രത്യേക ഓപ്പറേഷൻ ആരംഭിച്ചത്. പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപം ഭീകരരെ കണ്ടെത്തിയതോടെ ശക്തമായ വെടിവയ്പ് നടന്നു. സൈന്യവും CRPFും ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായാണ് പരിശോധന തുടരുന്നത്. വിവരങ്ങളുമായി ജിഷ്ണു ഉണ്ട്. ജിഷ്ണു, ഇപ്പോഴും പരിശോധന പ്രദേശത്ത് തുടരുകയാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ദൃശ്യമേഖലയിൽ ഇപ്പോഴും പരിശോധന തുടരുകയാണ്. സൈന്യത്തിന്റെ നിഗമനം ഈ ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തിയത് നിയന്ത്രണ രേഖയ്ക്ക് പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന് 5 കിലോമീറ്റർ ചുറ്റളവിലാണ് ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് ആയുധ പരിശീലനം ലഭിച്ച വൻ ആയുധ ശേഖരവുമായി എത്തിയ ഭീകരരാണ് മേഖലയിൽ തമ്പടിച്ചിട്ടുള്ളത് എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിഗമനം. അതുകൊണ്ട് മേഖലയിലേക്ക് കൂടുതൽ സേനാവിന്യാസം നടത്തിക്കൊണ്ടും ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുമുള്ള സൂക്ഷ്മമായ പരിശോധന നടത്തിവരികയാണ്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് കത്വയിൽ ഹീരാനഗർ മേഖലയിൽ അതിർത്തിയോട് ചേർന്നിട്ടുള്ള വനമേഖലയ്ക്കടുത്ത് ഇത്തരത്തിൽ ഭീകര സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തത്. ഇന്നലെ വൈകിട്ടോട് കൂടി തന്നെ വൻ സുരക്ഷാ സേനയുടെ സംഘം പ്രദേശത്തേക്ക് എത്തുകയും ഭീകരരുടെ സാന്നിധ്യം ഭീകരരെ കാണുകയും തുടർച്ചയായി 1 മണിക്കൂറോളം അതിശക്തമായ ഏറ്റുമുട്ടൽ നടന്നു എന്നുള്ളതാണ് ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആ ഏറ്റുമുട്ടലിനൊടുവിൽ ഭീകരർ വനമേഖലയിലേക്ക് കയറുകയും വനമേഖലയിൽ ഒളിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഭീകരരെ കണ്ടെത്തുന്നതിനുള്ള പരിശോധന തുടരുകയാണ്. സൈന്യവും ഒപ്പം CRPFും ജമ്മുകശ്മീർ പോലീസും സംയുക്തമായുള്ള ഓപ്പറേഷനാണ് ആ പ്രദേശത്ത് നടത്തുന്നത്. ഒപ്പം സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് വരുന്നത് ഇന്നലെ നടന്ന 1 മണിക്കൂറോളം നീണ്ടുനിന്ന ഏറ്റുമുട്ടലിൽ ഗ്രാമവാസിയായ ഒരു കുട്ടിക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ആ സംഭവത്തോടു കൂടിയാണ് ഭീകരർ വനമേഖലയിലേക്ക് കയറിയത്. അവരെ കണ്ടെത്താനുള്ള പരിശോധന തുടരുകയാണ്. വൻ ആയുധശേഖരവുമായിട്ടാണ് ഭീകരർ അതിർത്തിയിൽ നുഴഞ്ഞു കയറിയത് എന്നുള്ളതാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിഗമനം. നിലവിൽ അതിർത്തി മേഖലകളിൽ അതിശക്തമായ സൂക്ഷ്മമായ പരിശോധനയാണ് നുഴഞ്ഞുകയറ്റം തടയുന്നതിനും ഭീകര വിരുദ്ധ നടപടികളുടെ ഭാഗമായിട്ടും സൈന്യം ഒരുക്കിയിട്ടുള്ളത്. അത്തരം നടപടികളുടെ ഭാഗമായിട്ടാണ് ഈ നുഴഞ്ഞുകയറിയ ഭീകരരെ കണ്ടെത്താനായിട്ടുള്ളത്. ഈ ഹിരാനഗറുമായി ബന്ധപ്പെട്ട ആ പ്രദേശത്തെ വനമേഖലയിലുടനീളം ചുറ്റപ്പെട്ടുകൊണ്ട് സൈന്യം ഇപ്പോഴും പരിശോധന തുടരുകയാണ്. ശരി, ജിഷ്ണു ആണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കശ്മീർ കത്വയിൽ ഇപ്പോഴും ഭീകരർക്കായി തിരച്ചിൽ പുരോഗമിക്കുകയാണ്.